നമുക്ക് കിരണിന്റെ കല്യാണിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമായിരുന്നു സരയുവിന്റെ ചതി കല്യാണി തിരിച്ചറിയണം എന്നുള്ള. അങ്ങനെ ഒടുവില് കല്യാണി ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പ്രകാശന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു തന്റെ പെൺമക്കളെ ഓർത്തിട്ട്. പരോളിന് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേങ്കില് തന്റെ പെൺമക്കൾക്ക് ഇനി എന്തെങ്കിലും സംഭവിക്കോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. കല്യാണിയും കാദംബരിയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പ്രകാശന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരെ കണ്ടു കഴിയുമ്പോൾ ഇനി ഇവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ ആ വിക്രത്തെ കൊന്ന് ഇവിടെ കയറിയത് വെറുതെ ആയി പോയല്ലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ കല്യാണിയും കാദംബരിയും എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശന് അകത്തേക്ക് എറിഞ്ഞപ്പോൾ മനോഹർ ചോദിച്ചു, എന്തായി മോളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ തന്നെ മോളെ കല്യാണി ഇവിടെ കൊണ്ടേ കാണിക്കും. നീ ആ കാര്യം ഒന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ മോളെ കാണാൻ അത്ര കൊതിയുണ്ട് പ്രകാശേട്ടാ. കാരണം ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കുന്ന പോലെ ഇപ്പൊ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അവള് പോലും സരിവ് പോലും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതം എന്താന്ന് പ്രകാശേട്ടന് അറിയാലോ. എത്ര കുട്ടികളുണ്ടെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവരുടെ ആരുടെയും മുഖം കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കുഞ്ഞിന്റെ മുഖം എന്ന് പറഞ്ഞാൽ അത് കൺമണി മോളുടെ. അതുകൊണ്ടാണ് എനിക്ക് അവളോട് ഇത്ര സ്നേഹം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, അതേടാ മക്കളെ, ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്നറിയാവോ? എനിക്ക് എന്റെ മക്കളെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇത്ര കഷ്ടപ്പാട് സഹിച്ച് ഇങ്ങോട്ട് കയറിയത്. അവർക്കൊരു പോറൽ പോലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അവർ ജീവനോടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ കയറിയതിന്റെ അല്ലെങ്കിൽ അതിനകത്തൊരു ഫലമില്ലാതെ പോകത്തില്ലേ? കാരണം എൻ്റെ പെൺമക്കളെ ഇല്ലാതാക്കാൻ തുനിഞ്ഞവനെയാണ് ഞാൻ ഇല്ലാതാക്കിയിട്ട് ഇവിടെ കയറിയത്. അപ്പൊ പിന്നെ ഞാൻ ഇനി ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ചെയ്തതിനൊന്നൊരു ഫലമില്ലോ എന്ന് പറഞ്ഞു. മനോഹർ പറഞ്ഞു, ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രകാശേട്ടാ. എന്താണെങ്കിലും ശത്രുക്കളൊക്കെ ഇല്ലാതായില്ലേ? ഗംഗാപ്രസാദ് തീർന്നു, സ്റ്റെഫി തീർന്നു, വിക്രം തീർന്നു, അങ്ങനെ ഒരു നീണ്ട പരമ്പര തന്നെ തീർന്നു. അപ്പൊ പിന്നെ ഇനിയിപ്പൊ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ പുറത്തുള്ള? ആരുമില്ലല്ലോ. ആ കാര്യത്തിൽ പേടി വേണ്ട. സരയുവിന്റെ അമ്മയ്ക്കും ഒക്കെ നല്ല മാറ്റം ഉണ്ടല്ലോ എന്നും പറഞ്ഞു. പ്രകാശം പറഞ്ഞു, അത് ശരിയാ. ഇനി പറയാൻ പറ്റില്ല ഗംഗാപ്രസാദിന്റെ കൂട്ടാളികളോ വിക്രത്തിന്റെ കൂട്ടാളികളോ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടോന്ന് ആ ഒരു ടെൻഷനായിരുന്നു പ്രകാശനുണ്ടായിരുന്നേ. ഈ സമയത്ത് സരുവിന് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചു. അവളെ കൊല്ലാൻ നോക്കുന്ന ഓരോ അവസരങ്ങളിലും തിരിച്ച് തനിക്കിട്ട് തന്നെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ തവണ കൊല്ലാൻ ശ്രമിച്ചു. കുറെ വർഷങ്ങളായി ഇതിന് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അവിടെയെല്ലാം ഏതൊരു അദൃശ്യ കരങ്ങൾ അവളെ വന്ന് രക്ഷിക്കുന്ന പോലെയാ. പക്ഷെ ഇത്തവണ അങ്ങനെ ആവാൻ പാടില്ല. അതൊക്കെ ഓർത്തോണ്ടാണ് ഐസിന്റെ ഫ്രണ്ടിൽ സരയു ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നേഴ്സ് വന്നിട്ട് പറഞ്ഞു, പേഷ്യന്റിന്റെ ബോധം വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സരയു ശാരിയെ കാണാനായിട്ട് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ശാരി ഇങ്ങനെ സരയുനെ നോക്കി മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സരയുവിന് ദേഷ്യം വന്നു. നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചേ? നിങ്ങളോട് ആരാ ഇറങ്ങി വരാൻ പറഞ്ഞേ? വെറുതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസം അവള് തീരേണ്ടതല്ലായിരുന്നോ? എന്നിട്ട് നിങ്ങൾ എന്തിനാ കത്തിമുന്നയുടെ മുന്നിലേക്ക് പോയി നിന്നേന്നൊക്കെ ചോദിച്ചു. എന്റെ മോളെ, ഞാനൊന്നും ചെയ്തൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ അവൾ വന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവൻ എന്നെ വന്ന് കുത്തിയെന്ന് പറഞ്ഞു. ശരിക്കും അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പോയി നിന്നു കൊടുക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്തേലും അന്വേഷണം ഉണ്ടായാൽ പോലും ഒരു കാരണവശാലും പറഞ്ഞേക്കരുത്. അല്ല മോളെ, ഇനി പ്രശ്നമാകുമോ? ഇനി അവനെ എങ്ങനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ മോളുടെ പേര് പുറത്തു വരുമോന്ന് ചോദിച്ചു. എവിടുന്ന് വരാനായിട്ട്? അതൊന്നും പുറത്തു വരാനൊന്നും പോകുന്നില്ല. പിന്നെ CCTVയും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഞാൻ തകരാറിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് CCTVക്കകത്തൊന്നും അവന്റെ പിക്ചറൊന്നും വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. എന്നാലും കല്യാണിയും കിരണും ഒക്കെ ബുദ്ധിയുള്ള കൂട്ടത്തിൽ അറിയാലോ. കിരണിന് ഒരു നേരിയ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവനെ നിനക്ക് കിട്ടത്തില്ല. അവന്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ എന്ന് പറഞ്ഞു. അതിനങ്ങനെ സംശയം തോന്നിയാലല്ലേ അതിനു മുമ്പ് ഞാൻ അവളെ തീർക്കുമെന്ന് പറഞ്ഞു. മോളെ, അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാനൊരു കാര്യം പറഞ്ഞ് നിനക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. അവളെ ഇല്ലാതാക്കാനായിട്ട് ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ എപ്പോഴും ഓരോന്നൊക്കെ അപകടം പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് മോളിനി അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണ്ട. ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേങ്കില് സരയു ദേഷ്യപ്പെടുവരെ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മിണ്ടാതെ അടങ്ങി അവിടെ കിടന്നവനും. ദൈവത്തെ ഓർത്ത് എന്നെ ഒറ്റിക്കൊടുക്കാൻ എങ്ങാനും ചിന്തിച്ചിട്ടുണ്ടല്ലോ. എന്റെ വളർത്തമ്മയെന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്. അവളൊരു മെസ്സേജ് അയച്ചു. അതിന്റെ പേരിൽ എനിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്താണെങ്കിലും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഭൂമിയിൽ ജീവനോടെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞിട്ടാണ് സരയു അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. ശാരിക്ക് വിഷമമായി.
പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറില്ല എന്ന് മനസ്സിലായി. പിന്നീട് സരിയു കുറച്ച് ക്യാഷൊക്കെ സംഘടിപ്പിച്ച് വീണ്ടും രണ്ടുപേരെ കാണാനായിട്ട് പോകുന്നുണ്ട്. രണ്ട് ഗുണ്ടകളെ. അപ്പം രാഹുൽ ഉണ്ടായിരുന്ന സമയത്ത് രാഹുലിന് അവരുമായിട്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ സരുവിനെ അറിയായിരുന്നു. അങ്ങനെ ചെന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയണം. എത്രയും പെട്ടെന്ന് അവളെ ഇല്ലാതാക്കണം. അറിയാലോ, ക്യാഷ് എനിക്കൊരു പ്രശ്നമല്ല, അവളെ തീർത്തു തരണം, അതാണ് എന്റെ ആവശ്യം എന്ന് പറഞ്ഞു. അവരോട് സംഗതി ഏറ്റു. അപ്പോഴേക്കും സരയു പറഞ്ഞു, കാര്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടുന്ന് വിട്ടോണം. എങ്ങാനും എനിക്ക് പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേര് പറഞ്ഞേക്കരുത്. ഗംഗാപ്രസാദിനെ തീർത്തേന്റെയോ അല്ലെങ്കിൽ വിക്രത്തിന്റെ തീർത്തേന്റെയോ പ്രതികാരമായിട്ട് അവളെ തീർത്താൻ നമ്മൾ പറഞ്ഞാൽ മാത്രം മതി. അറിയാലോ, എന്റെ പേര് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീയൊന്നും പിന്നെ ജീവനോടെ കാണത്തില്ല. നിനക്കൊക്കെ ഞാൻ വീണ്ടും കൊട്ടേഷൻ തരുമെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതെ, പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ രീതിക്ക് ജോലി ചെയ്യത്തുള്ളൂ മാഡം. അതുകൊണ്ട് ആ കാര്യത്തിലൊരു പേടിയൊന്നും വേണ്ട. ഞങ്ങൾ നല്ല വൃത്തിക്കും വെടിപ്പിനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. ആർക്കും ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ. എങ്കിലെന്നാ ഇപ്പൊ ഈ പേയ്മെന്റ് പിടിച്ചോ, ബാക്കി കാര്യം കഴിഞ്ഞു കഴിയുമ്പോഴെന്ന് പറഞ്ഞിട്ട് സരു പൈസ കൊടുക്കുവാണ്. അങ്ങനെ അവര് പൈസയും വാങ്ങി പോയി കഴിഞ്ഞപ്പോ സരുവിന് മനസ്സിലായി, ഇനി ആദ്യത്തെ ദിവസം അവൾക്കിനി ഭൂമിയിൽ ആയുസ് ഉണ്ടാകത്തില്ല. അവള് തീരണം. ഇതിലൂടെ തീർന്നിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എത്രയും പെട്ടെന്ന് കിരണിനെ സ്വന്തമാക്കണം. ഒരു സംശയം തോന്നാത്ത രീതി വേണം. ഈ സമയത്ത് കല്യാണിയും കിരണും കൂടെ ശാരിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ശാരിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കല്യാണി പറഞ്ഞു, ആന്റി എനിക്ക് വേണ്ടിയിട്ടല്ലേ, ശരിക്കും പറഞ്ഞാൽ എനിക്കായിരുന്നു ഇപ്പൊ കുത്തുകൊള്ളണ്ടേ. അപ്പോഴേക്കും കിരണും പറഞ്ഞു, ഇവൾക്ക് കുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൾ നീ ഭൂമി ജീവനോടെ ഇരിക്കില്ലായിരുന്നു. കാരണം ഇവള് ശരിക്കും റിക്കവർ ആയിട്ട് വരുന്നതല്ലേ ഉള്ളൂ ആന്റി. അപ്പോഴേക്കും ശാരി പറഞ്ഞു, സാരമില്ല മോനെ, നന്നായിട്ട് അഭിനയിക്കുകയാണ്, എനിക്ക് കല്യാണി മോളെ രക്ഷിക്കാൻ പറ്റിയില്ലോ എന്നൊക്കെ പറഞ്ഞു. അല്ല ആന്റി, ആന്റി എങ്ങാനും അവന്റെ മുഖം മറ്റോ കാണോ മറ്റോ ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. ശാരി പറഞ്ഞു, ഇല്ല, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ, ഇരുട്ടായിരുന്നല്ലോ. അല്ല പിന്നെങ്ങനെ ആന്റി? അത് മോളുടെ കല്യാണി മോളുടെ ആന്റി എന്നുള്ള അലരക്കരച്ചിൽ കേട്ടിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നേന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞേ. അതിനു മുമ്പ് അവളെ ഒന്ന് പതുങ്ങി നിന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴത്തേനും കറണ്ട് പോയി കഴിഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്താണ് അക്രമി കുത്തിയെന്ന് പറഞ്ഞു. അല്ല ആന്റി, പിൻഭാഗത്തെ കഥയൊക്കെ തുറന്നു കിടന്ന സമയത്താണോ ഇനി അക്രമി അകത്ത് കിടന്ന് അറിയില്ല. ആന്റി ഇനി കഥ തുറന്നിട്ട് അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണോ എന്ന് അറിയില്ല. കഥയ്ക്ക് എന്താളും കുത്തിപ്പൊളിച്ചിട്ടൊന്നുമല്ല അക്രമി അകത്ത് കിടന്നേന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരിക്കൊരു ഞെട്ടലുണ്ടായി. ദൈവമേ, കള്ളത്തരങ്ങളൊക്കെ പൊളിയോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് കിരണും കല്യാണിയും കൂടെ പോരുന്നത്. പിന്നീട് കല്യാണി പോരുന്ന വഴിക്ക് പറഞ്ഞു, ഞാൻ എന്തായാലും താര ആന്റി ഒന്ന് കാണാൻ തീരുമാനിച്ചു. ആന്റിയോട് എനിക്കൊന്ന് സംസാരിക്കണം കിരണേട്ടാന്ന് പറഞ്ഞു. ശരി എങ്കിൽ ഞാൻ വരുന്നില്ല, നീ തനിച്ചു പോയാൽ മതി, ഞാനും കൂടി ഉണ്ട്, ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. ഒടുവില് താരയെ കാണാനായിട്ട് കല്യാണി ചെന്നു. സരിവില്ലാത്ത സമയത്താണ് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും താരയ്ക്ക് കല്യാണി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ദൈവമേ, സരിവ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ സരിവിന് സംശയമാവും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് താര കുടിക്കാണ്ട് ജ്യൂസൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കല്യാണി വെച്ച്, ആന്റിക്ക് എന്തോ പ്രശ്നമുണ്ട്, സത്യം എന്താന്ന് വെച്ചാൽ പറ, ആന്റിയുടെ പ്രശ്നം എന്താ? ആന്റിയുടെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ആന്റിയെ കാണുന്നത്. എന്തുണ്ടെങ്കിലും ആന്റി എന്നോട് തുറന്നു പറയാൻ പറഞ്ഞു. ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് താര ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ എന്തുകൊണ്ട് ആന്റി എനിക്കൊരു മെസ്സേജ് അയച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മെസ്സേജ് അയച്ചതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഒരു കാരണമില്ലാതെ ആന്റി ആ മെസ്സേജ് അയക്കില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ആന്റി എന്തുകൊണ്ട് മെസ്സേജ് അയച്ചു അതെന്നോട് പറയണം. ആന്റി എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ആന്റിയുടെ മനസ്സിൽ പുറത്തു പറയാൻ പറ്റാത്ത എന്തോ ഒരു രഹസ്യമുണ്ട്. എന്താണെങ്കിലും പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഒടുവില് താരയ്ക്ക് ആ കാര്യങ്ങൾ പറയേണ്ട വന്നു. സരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. മോൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, അവൾക്ക് മാറ്റം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവൾക്ക് മാറ്റമില്ല. മോളോട് ഇപ്പോഴും അവൾക്ക് ശത്രു തന്നെയാണ്. അവള് കൊല്ലാനും മടിക്കില്ല. അതുകൊണ്ട് മോള് സൂക്ഷിക്കണമെന്ന്. അത് കേട്ടപ്പോൾ കല്യാണി ശരിക്കും ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. താര പറഞ്ഞു, ഇതെങ്ങാനും മോളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെയും തീർക്കും. പിന്നെ അറിയാലോ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അപ്പൊ ഇത്രയും കാലം അവളെ കൂടെ നടന്നിട്ട് വഞ്ചിക്കുമായിരുന്നു എന്നൊരു ചിന്ത. സരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനിത് എന്താളും അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. ആന്റിക്ക് ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ആന്റി സൂക്ഷിക്കണം. ഒരു കാര്യം ചെയ്യാം, ആന്റി വീട്ടിലേക്ക് പോരാ, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. താര പറഞ്ഞേ, അത് സാരമില്ല മോളെ, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. എന്റെ മോളല്ലേ, അവൾ എന്നെ കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. ആന്റി എന്നാലും സൂക്ഷിച്ചും കണ്ട് നിൽക്കണം. ഇപ്പൊ ഈ കാര്യങ്ങൾ അറിഞ്ഞ കാര്യമൊന്നും ആന്റി ആ ഒരു എന്നോട് പറഞ്ഞെന്നുള്ള മുഖഭാവം പോലെ അവളുടെ അടുത്ത് കാണിക്കണ്ടെന്ന് പറഞ്ഞു. ഇല്ല മോളെ, കാണിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കിരണിന്റെ അടുത്ത് വന്ന് കല്യാണി കാര്യങ്ങളൊക്കെ പറയണേ. കിരൺ അപ്പോഴാണ് ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. അപ്പൊ ഇതിന്റെ പിന്നില് സരിയുവാണോ, ഇനിയിപ്പം കല്യാണിയെ കൊല്ലാനായിട്ട് ശ്രമിച്ച അവളാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ്, സൂക്ഷിക്കണം.
അവള് പതുങ്ങിയിരുന്ന് ആക്രമിക്കാനായിട്ട് ഒരുങ്ങുക എന്നുള്ള കാര്യം മനസ്സിലായി. അവളെ ഒതുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു. നന്ദി.